പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, കർത്താവാണ് എൻ്റെ ഇടയൻ എന്ന് നമ്മൾ ധ്യാനിക്കുകയുണ്ടായി. പഴയ നിയമത്തിൽ കർത്താവിനെ ഇടയനായി ചിത്രീകരിക്കുന്ന സങ്കീർത്തനങ്ങളും മറ്റു ബൈബിൾ ഭാഗങ്ങളുമുണ്ട്. പക്ഷേ നമുക്കറിയാം, ഇടയന്മാരെ എപ്പോഴും നല്ലവരായിരിക്കണമെന്നില്ല. രണ്ടു തരത്തിലുള്ള ഇടയന്മാരെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അതും അനുദിന ജീവിതത്തിൽ നിന്ന് വരുന്നതാണ്. സ്വന്തമായി ആടുകളെ ഉള്ളവൻ, ആടുകളുടെ ഉടമസ്ഥനായവൻ, സ്വന്തമായി ആടുകളുള്ളവൻ ആടിൻ്റെ ഇടയനാണ്, അതേസമയം ഉടമസ്ഥനുമാണ്. അപ്പോൾ ആ ഉടമസ്ഥനായ ഇടയന് ആടുകളോട് പ്രത്യേക താല്പര്യമുണ്ടാവും, സ്നേഹമുണ്ടാവും. അതേസമയം ആടുകൾ സ്വന്തമല്ലാതെ കൂലിക്ക് ആടുകൾ മേയ്ക്കുന്നവനുണ്ട്. അവൻ കൂലിക്ക് എടുക്കപ്പെട്ട വേലക്കാരനാണ്. വേലക്കാരന് ശ്രദ്ധ ആടുകളിലായിരിക്കുകയില്ല, തൻ്റെ കൂലിയിലായിരിക്കും. ഇങ്ങനെ ആടുകളെക്കുറിച്ച് ശ്രദ്ധിക്കാത്ത ഇടയന്മാരെക്കുറിച്ചും ബൈബിൾ പറയുന്നുണ്ട്. പ്രത്യേകിച്ചും ജനത്തെ നയിക്കാനായി തിരഞ്ഞെടുക്കപ്പെട്ട നേതാക്കന്മാരെക്കുറിച്ചാണ് ഇങ്ങനെ കൂലിക്കെടുക്കപ്പെട്ട ഇടയന്മാരെ എന്നപോലെ പ്രതിപാദിക്കുക. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 34-ാമത്തെ അധ്യായം നിങ്ങളൊന്ന് മനസ്സിരുത്തി വായിക്കണം. 34-ാമത്തെ അധ്യായത്തിൽ രണ്ടു തരം ഇടയന്മാരെക്കുറിച്ച് പറയുന്നുണ്ട്. ഇസ്രായേലിൻ്റെ നേതാക്കന്മാരായ ഇടയന്മാരെ ശാസിച്ചുകൊണ്ട് പ്രവാചകനിലൂടെ കർത്താവ് ഇപ്രകാരം പറയുന്നു. 34-ാമത്തെ അധ്യായം 3-4 വാക്യങ്ങൾ. ഇടയന്മാർ ആടുകളെയല്ലേ പോറ്റേണ്ടത്? നിങ്ങൾ മേധസ്സു ഭക്ഷിക്കുകയും രോമം കൊണ്ടുള്ള വസ്ത്രം ധരിക്കുകയും കൊഴുത്തതിനെ കൊല്ലുകയും ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ ആടുകളെ പോറ്റുന്നില്ല. ദുർബലമായതിന് നിങ്ങൾ ശക്തി കൊടുത്തില്ല. മുറിവേറ്റതിനെ വെച്ച് കിട്ടിയില്ല. വഴിതെറ്റിയതിനെ തിരികെ കൊണ്ടുവരികയോ കാണാതെ ആയതിനെ തേടി ചെല്ലുകയോ ചെയ്തില്ല. ചെയ്യേണ്ടിയിരുന്നത് ചെയ്യാതെ പോയ നേതാക്കന്മാർക്കെതിരെയുള്ള ശാസന. അതിനുശേഷം ദൈവം തന്നെ പറയും, ഞാൻ തന്നെ എൻ്റെ ആടുകളെ അന്വേഷിച്ച് കണ്ടുപിടിക്കും. കർത്താവ് തന്നെ ഇറങ്ങി വന്ന് ആടുകളെ അന്വേഷിക്കും, മുറിവേറ്റതിനെ വെച്ച് കെട്ടും, കാണാതെ പോയതിനെ കണ്ടെത്തും. അങ്ങനെ ഓരോന്നിനെയും സമൃദ്ധമായി തൻ്റെ ആലയിലേക്ക് നയിക്കും, സുരക്ഷിതമായി കർത്താവ് തന്നെ നയിക്കും എന്നുള്ള ഒരു വാഗ്ദാനം എസെക്കിയേലിലൂടെ കൊടുക്കുന്നുണ്ട്. ഈ വാഗ്ദാനമാണ് യേശു ക്രിസ്തുവിൽ പൂർത്തിയായത്. യേശു തന്നെക്കുറിച്ച് തന്നെ പറയാൻ പല പ്രതീകങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് നല്ല ഇടയൻ്റേത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൽ കർത്താവ് നല്ല ഇടയനായി, ഞാനാണ് നല്ല ഇടയൻ എന്ന് പറഞ്ഞുകൊണ്ട് യേശു സ്വയം അവതരിപ്പിക്കുന്ന ഒരു ചിത്രീകരണമുണ്ട്. ആടുകളെയും ആടുകളുടെ വാതിലിനെയും ഇടയനെയും കുറിച്ചൊക്കെ പറഞ്ഞതിന് ശേഷം യേശു പറയും, ഞാനാണ് നല്ല ഇടയൻ. നല്ല ഇടയൻ ആടുകളെ അറിയുന്നു, ആടുകളെ പേര് ചൊല്ലി വിളിക്കുന്നു, ആടുകളുടെ മുമ്പേ പോകുന്നു. യേശു നമ്മെ അറിയുന്നത് ഒരു ആൾക്കൂട്ടം എന്ന രീതിയിലല്ല. യേശു പറയും, ഇടയന് ഓരോ ആടിനെയും വ്യക്തിപരമായിട്ടറിയാം. ആലയിൽ നിന്ന് പുറത്തിറക്കിയതിന് ശേഷം ഓരോന്നിനെ പേര് ചൊല്ലി വിളിച്ചാണ് കൊണ്ടുപോവുക എന്ന് പറഞ്ഞതുപോലെ യേശു ക്രിസ്തു നമ്മെ ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് അറിയുന്നുണ്ട്. ആൾക്കൂട്ടത്തിൻ്റെ മനഃശാസ്ത്രമല്ല ഇവിടെ, വ്യക്തിപരമായ ബന്ധമാണ് ഞാനും എൻ്റെ ഇടയനായ യേശുവും തമ്മിൽ. ഈ യേശു ആടുകൾ തീറ്റി അന്വേഷിച്ച് പോകുക മാത്രമല്ല ചെയ്യുക, ആവശ്യമായതെല്ലാം നൽകും. അവൻ ഭക്ഷണം നൽകും, അവൻ സംരക്ഷണം നൽകും. വഴിതെറ്റിയാൽ അന്വേഷിച്ചു വരും, മുറിവേറ്റാൽ വെച്ച് കെട്ടും. ചെന്നായ്ക്കൾക്ക് ഇരയാവാതെ അവൻ കാവൽ നിൽക്കും. എല്ലാ അപകടങ്ങളിൽ നിന്നും അവൻ എന്നെ കാത്തു സൂക്ഷിക്കും. ഇതാണ് യേശു പറഞ്ഞത്, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായിട്ടുണ്ടാകാനും വേണ്ടിയാണ്. എനിക്ക് സമൃദ്ധമായ ജീവനുണ്ടാകാൻ വേണ്ടി, നമുക്ക് ജീവനുണ്ടാകാൻ വേണ്ടി സ്വന്തം ജീവൻ ബലിയായി സമർപ്പിച്ചവനാണ് യേശു, നല്ല ഇടയൻ. ആ ഇടയനോട് നമ്മൾ ചേർന്ന് നിൽക്കണം. ആ ഇടയനിൽ നിന്ന് നമ്മളെ അകറ്റുന്ന പ്രസ്ഥാനങ്ങളുണ്ടാവാം, ആ ഇടയനിൽ നിന്ന് നമ്മെ അകറ്റുന്ന പ്രലോഭനങ്ങളുണ്ടാവാം. അത് നിരീശ്വര പ്രസ്ഥാനങ്ങളാവാം, ആസക്തികളാവാം, ഭയങ്ങളാവാം, എന്തുമാവട്ടെ, യേശുവിൽ നിന്ന് നമ്മെ അകറ്റുന്ന ഒരു ശക്തിക്കും നമ്മൾ വിധേയരാവരുത്. കർത്താവിനോട് ചേർന്ന് നിൽക്കുക, നിർഭയരായി നമുക്ക് കഴിയാൻ സാധിക്കും. ഞാൻ നല്ല ഇടയനാണ് എന്ന് പറഞ്ഞ യേശുവിനോട് ചേർന്ന് നിൽക്കുക. അവൻ നൽകുന്ന ജീവൻ നമുക്ക് സമൃദ്ധമായിട്ടുണ്ടാവട്ടെ. അതിനുവേണ്ടിയാണല്ലോ യേശു വന്നത്. ഞാൻ വന്നിരിക്കുന്നവർക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായിട്ടുണ്ടാകാനുമാണ്. ആ ജീവൻ്റെ സമൃദ്ധിയിൽ പങ്കുചേരാൻ കർത്താവ് തന്നെ നമുക്ക് കൃപ ചെയ്യട്ടെ.